തെരുവുനായ പ്രശ്നത്തിൽ സ്നേഹികൾക്ക് സുപ്രീം കോടതിയുടെ പരിഹാസം. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്നാണ് കോടതിയുടെ പരിഹാസം. അതേസമയം ദേശീയപാതകളിൽ അഴിച്ചുവിട്ട മൃഗങ്ങൾ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നുവെന്ന് അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, നേരത്തെയും ഇതിന് സമാനമായി ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഇതിന് സമാനമായ സാഹചര്യമായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇന്നിപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നു ഈ പരിഹാസം കൂടി. എന്തൊക്കെയാണ് ഇന്ന് കോടതി മുറിയിൽ നടന്നത്? അജിംസാദ്, എന്തായാലും തെരുവുനായ വിഷയത്തിൽ വിശദമായിട്ടുള്ള വാദം തന്നെയാണ് സുപ്രീം കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തെരുവുനായ വിഷയം പരിഗണിച്ച സാഹചര്യത്തിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. ദേശീയപാതകളിൽ അഴിച്ചുവിട്ട മൃഗങ്ങൾ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു എന്നായിരുന്നു അമിക്കസ് ക്യൂറി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ നായകടിയേറ്റ് മരിച്ച അഭിരാമിയുടെ അമ്മയുടെ അഭിഭാഷകരും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. അക്രമകാരികളായ നായകളെ കൊന്നുകളയാൻ ഉത്തരവിടണമെന്ന ഇത്തരത്തിൽ മരിച്ച അഭിരാമിയുടെ അഭിഭാഷകനും കോടതിയിൽ വാദിച്ചിരുന്നു. അതേസമയം ഇന്ന് കപിൽ സിബൽ ചില വാദമുഖങ്ങൾ പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി മൃഗസ്നേഹികളെ പരിഹസിക്കുന്ന തലത്തിലേക്ക് ഒരു പരാമർശം കൂടി നടത്തിയത്. അതായത് കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നൊരു പരിഹാസമാണ് ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നിലവിൽ രാജസ്ഥാനിൽ തന്നെ 2 ജഡ്ജിമാർക്ക് നായകടിയേറ്റു. ഒരു ജഡ്ജിയുടെ നില ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ബാക്കിയുള്ളത് എന്നൊരു പരിഹാസം തന്നെയാണ് എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്ന് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ആ വിഷയത്തിൽ വാദം കേൾക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിംഷാദ്.